സ്കോട്ട്. എൻ്റെ പേര് സോണിയ. കോതമംഗലം രൂപതയിലെ കല്ലൂർക്കാട് ഇടവകാവാണ്. ഞങ്ങൾ ആദ്യമായിട്ട് ഞാൻ കൃപാസനത്തെ പറ്റി കേൾക്കുന്നത് എൻ്റെ റൂംമേറ്റ് വരിക. അതൊരു ധ്യാന കേന്ദ്രമാണെന്ന് മാത്രമേ കേട്ടിട്ടുള്ളായിരുന്നു. പക്ഷെ പിന്നീട് എൻ്റെ അമ്മ, ഞങ്ങൾ കോവിഡിൻ്റെ ടൈമിൽ ട്രിവാൻഡ്രത്ത് താമസിച്ചുകൊണ്ടിരുന്നു. അപ്പം അമ്മ എൻ്റെ കൂടെ താമസിക്കാൻ വന്നപ്പം അമ്മ പറഞ്ഞു, കൃപാസനം എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്, അവിടെ ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് ദിവസം എന്നെ ഇങ്ങനെ കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങൾ ആദ്യത്തെ ഒരു സാക്ഷ്യം കേൾപ്പിച്ചു. അങ്ങനെ ആ സാക്ഷ്യം കേട്ടപ്പം അത് കഴിഞ്ഞ് അന്നത്തെ നൈറ്റിൽ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 2-3 സാക്ഷ്യങ്ങൾ ഉടനെ തന്നെ അതിന് ബാക്കി കുറേ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് കൊള്ളാമല്ലോ. കാര്യം നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ഇതിൽ കറക്റ്റായിട്ട് ദൈവമായിട്ട് ഒരു ഫോൺ കോളിൽ ഇടപെടുന്ന ഓണക്ക് കർത്താവ് നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നു, അതനുസരിച്ച് കർത്താവ് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളെ പഠിപ്പിക്കുന്നു, എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ഗൈഡ് ലൈൻസ് വെച്ച് നമ്മൾ പ്രവർത്തിക്കുന്ന കാരുണ്യ പ്രവർത്തികളാണെങ്കിലും നമ്മുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങളും അങ്ങനെ തീരുമാനിച്ചു. ഞങ്ങൾ പിറ്റേന്ന് തന്നെ, അതായത് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്ന പിറ്റേ ദിവസം തന്നെ ഞാൻ തീരുമാനിച്ചു പിറ്റേന്ന് തന്നെ പോകണമെന്ന്. അങ്ങനെ ഞാനും അമ്മയും എൻ്റെ ഹസ്ബൻഡും കുഞ്ഞുമായിട്ട് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അങ്ങനെ ഫസ്റ്റ് ഉടമ്പടി ഇങ്ങനെ മുന്നോട്ട് പോയി. എൻ്റെ നിയോഗങ്ങളിലുള്ള കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വരുന്നില്ല. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. സെക്കൻഡ് ഉടമ്പടി എടുത്തു. അപ്പോൾ സെക്കൻഡ് ഉടമ്പടിയിൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, എന്തുകൊണ്ടാണ് എൻ്റെ ഉടമ്പടി ഫയർ ആവാത്ത, അല്ലെങ്കിൽ എന്തുകൊണ്ടാണത് നല്ല ഇൻവോൾവ്മെൻറ്റ് വരാതെ, എന്തുകൊണ്ടാണ് ഡിലേ ആവുന്നതെന്നുള്ള റീസൺ, ആ റീസൺ എന്താണെന്ന് അമ്മ മാതാവ് പറഞ്ഞു തരണേ എന്ന് പറഞ്ഞു എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഫസ്റ്റ് ഉടമ്പടിയിൽ നടന്നില്ലെങ്കിൽ പോലും ഞാൻ ഒരിക്കലും നിരാശപ്പെട്ടില്ല. എനിക്കറിയാമായിരുന്നു ഫസ്റ്റ് ഉടമ്പടിയിൽ ഒത്തിരി ചലഞ്ചസ് വരും. അങ്ങനെ അതെനിക്ക് ഉറപ്പുണ്ടായതുകൊണ്ട് തന്നെ സെക്കൻഡ് ഉടമ്പടി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പോയി. ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, എന്തായാലും മാതാവ് ഇടപെടുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ സെക്കൻഡ് ഉടമ്പടിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എന്ത് കാര്യത്തിലാണ് ഡിലേ വരുന്നതെന്ന് മനസ്സിലാക്കി തരണമെന്ന്. അങ്ങനെ ഒരു ദിവസം ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പം സ്വപ്നം കണ്ടു ജോസഫ് അച്ഛനെ. അപ്പം ജോസഫ് അച്ഛനാണെങ്കിൽ എന്നോട് ഉടമ്പടി ധ്യാനത്തിൽ സംസാരിക്കുന്ന ഉണക്ക് തന്നെ എനിക്ക് ഉടമ്പടിയുടെ ഉപദേശങ്ങൾ തരിക. അപ്പം അച്ഛൻ ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് എൻ്റെ അമ്മ വീടാണ്. അപ്പോൾ എൻ്റെ അമ്മ വീട്ടിൽ സോഫയിലിരുന്ന് അച്ഛൻ എന്നോട് സംസാരിക്കും, ഞാൻ എൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ കല്യാണം കഴിഞ്ഞത് കോവിഡിൻ്റെ ടൈമിലായിരുന്നു. അപ്പം കോവിഡിൻ്റെ ആൾക്കാരുടെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ കസിൻസിന് എൻ്റെ കല്യാണത്തിന് വലിയ ഇൻവോൾവ്മെൻറ്റ് വന്നില്ലായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ച രീതിയിൽ എല്ലാവരും വന്നില്ല, ചിലർക്ക് വിളിച്ചത് ശരിയായില്ല, അങ്ങനെ എന്തൊക്കെയോ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എൻ്റെ മനസ്സിൽ അവരോടൊരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിഷമം ആ മനസ്സിൽ നിലനിൽക്കുന്നത് ആ ഒരു റീസൺ. അപ്പം പിറ്റേന്ന് തന്നെ എനിക്ക് മനസ്സിലായ റീസൺ ഇതാണ്. ഞാൻ ഉടനെ തന്നെ പെട്ടെന്ന് തിരിച്ച് വീട്ടിലെത്തുകയും കസിൻസിനടുത്തെത്തി എല്ലാവരോടും നല്ല രീതിയിൽ ഇടപെടുകയും അവരോട് ക്ഷമിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ ഒരു മനസ്സ് ഞാൻ ക്രമപ്പെടുത്തി. അത് കഴിഞ്ഞിട്ട് ശേഷം എൻ്റെ വിസയുടെ കാര്യത്തിലായിരുന്നു, ഞങ്ങൾ വെളിയിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തെല്ലാം ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റ് വന്നു. അത് കഴിഞ്ഞ് ഇത് കണക്ക് എനിക്ക് വിസ വന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡും കുഞ്ഞും ഹസ്ബൻഡിൻ്റെ എംപ്ലോയർ വരിക, അവരുടെ വർക്ക് വിസയിൽ പോകാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്തു. കാര്യം കുഞ്ഞിന് അതനുസരിച്ച് എമൗണ്ടിലൊക്കെ റിഡക്ഷൻ വരും. അപ്പം ആ ഒരു വിസയ്ക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പം ഞങ്ങൾ 3 മാസം മുന്നേ ജോർജ് പ്രാർത്ഥിച്ചിട്ട് ടിക്കറ്റ് എടുത്തതാണ്. അപ്പം അവരുടെ വിസ ഭയങ്കരമായിട്ട് ഡിലേ ആവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 8 മാസം പ്രായമായ കുഞ്ഞിനെ നാട്ടിലാക്കിയിട്ട് ഞങ്ങൾക്ക് പോകുന്നതിനെ പറ്റി ചിന്തിക്കാൻ കൂടി പറ്റത്തില്ല. ഞാൻ മാത്രം, ഞാൻ അവന് ബ്രസ്റ്റ് ഫീഡെല്ലാം ചെയ്യുന്ന സമയമാണ്. അപ്പം ജോർജ് എൻ്റെ ഡിപ്പെൻഡൻറ്റ് വിസയായിട്ട് അപ്ലൈ ചെയ്തു. ജോർജ് കുഞ്ഞും അപ്ലൈ ചെയ്തു. അപ്പോൾ അത് വളരെ ഷോർട്ട് ടൈമിലാണ് ഞങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. അതിനുള്ളിൽ തന്നെ വിസ വരണം. ഞങ്ങൾ ടിക്കറ്റ് നേരത്തെ എടുത്തു. 28,000 ഞങ്ങൾ ടിക്കറ്റ് എടുത്തതാണ്. അപ്പം പിന്നീട് ഞങ്ങൾ ഒരു ഡേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുവാണെങ്കിൽ നല്ല ഹൈ ഇൻടേക്ക് ഉള്ള ഒരു ടൈമിലാണ്. അപ്പം നല്ലൊരു 2 lakhs ചേഞ്ച് വരും വിസ എമൗണ്ടിൽ തന്നെ. അത്രയും ഒരു പ്രൈസ് ഡിഫറൻസ് ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം അല്ലായിരുന്നു ഞങ്ങൾക്ക്. അപ്പം ഇവരുടെ വിസ വന്നിട്ടില്ലായിരുന്നു. ഞങ്ങൾ പോകേണ്ടതൊരു മൺഡേ ആണെങ്കിൽ ഫ്രൈഡേ മോർണിംഗ് വരെ ഇവരുടെ വിസ വന്നിട്ടില്ല. അപ്പം ഫ്രൈഡേ മോർണിംഗ് ഞാനും എൻ്റെ ഹസ്ബൻഡും പേരൻസ് ഇൻ ലോസും ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നു. രാവിലെ തൊട്ട് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അച്ഛനെ കാണാൻ വേണ്ടി ടോക്കൺ കിട്ടി. അങ്ങനെ അച്ഛൻ എന്നെയും കുഞ്ഞിനെയും ഹസ്ബൻഡിനെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് ഇവർക്ക് 2 ഒരു ലോക്കറ്റ് കൊടുത്തിട്ട് പോകുമ്പോൾ ഇത് ഇട്ടിട്ട് പോകാമെന്ന് പറഞ്ഞു, കഴുത്തിൽ പോകുമ്പോൾ ഇത് ധരിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു.
അങ്ങനെ ഫ്രൈഡേ ഫുൾ ഡേ ഞങ്ങൾക്ക് മെസ്സേജ് ഒന്നും വന്നില്ല വിസ വന്നതായിട്ട്. സാറ്റർഡേ ആയപ്പോൾ ഞങ്ങൾക്ക് മെസ്സേജ് വന്നു ഇത് കണക്ക് വിസ വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ എല്ലാം പാക്ക് ചെയ്ത് എല്ലാം റെഡിയായി. ഞങ്ങൾ മൺഡേ വിസ കളക്ട് ചെയ്ത് ഫാസ്റ്റ് ട്രാക്ക് എൻട്രി എടുത്ത് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറുക. ഞങ്ങൾ കയറി കുറച്ച് നേരങ്ങൾക്ക് ശേഷം ഫ്ലൈറ്റ് എടുക്കുകയും ചെയ്തു. അത്ര ലാസ്റ്റ് മൂമെൻറ്റിൽ ആ ഒരു മിറക്കിൾ അവിടെ സംഭവിച്ചില്ലായിരുന്നു. ഞങ്ങൾക്ക് അത്രയും ഞങ്ങളുടെ 3 പേരുടെയും ടിക്കറ്റ് ചേഞ്ച് ചെയ്യണമായിരുന്നു. ഞങ്ങൾ പോകുന്ന കാര്യങ്ങളെല്ലാം ഡിലേ ആവുമായിരുന്നു. പക്ഷേ ആ 3 മാസം മുന്നേ പ്രാർത്ഥിച്ച ഡേറ്റിൽ തന്നെ കർത്താവ് ഞങ്ങൾക്ക് പോകാനുള്ള അനുഗ്രഹം നൽകി. ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും വരാതെ ഞങ്ങളെ സംരക്ഷിച്ചു. പിന്നെ ഞങ്ങളുടെ ലൈഫിൽ വന്ന അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പപ്പയുടെ ഫാമിലിയിൽ എല്ലാ സഹോദരങ്ങളും തമ്മിൽ നല്ല സ്നേഹവും അവർക്കൊക്കെ ആത്മീയ വളർച്ചയെല്ലാം എൻ്റെ നിയോഗത്തിൽ വെച്ചിട്ടുള്ള കാര്യമായിരുന്നു. ആ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ടൊരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നു. ഞങ്ങളുടെ ഇടവകയിലാണെങ്കിലും എല്ലാവരും, അതായത് ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ എന്തെങ്കിലും വഴക്കമോ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഞാൻ എപ്പോഴും വിചാരിക്കും ഇവരൊക്കെ കൃപാസനത്തെ പറ്റി അറിഞ്ഞിരുന്നെങ്കിൽ അവരെല്ലാം കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിരുന്നെങ്കിൽ. അവരുടെ ലൈഫ് കൃപാസനത്തെ പറ്റി അറിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ സ്പിരിച്വൽ ലൈഫ് ഇമ്പ്രൂവ് ആവും, അവരുടെ ടോട്ടൽ ലൈഫ് തന്നെ ഇമ്പ്രൂവ്മെൻ്റ് ആവാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു. പക്ഷേ ഞാൻ UK സമയത്ത് തന്നെ ഞാൻ അറിഞ്ഞ അമ്മ വഴി ഞങ്ങളുടെ പള്ളിയിലൊരു അച്ഛൻ വന്നു. ആ അച്ഛൻ കൃപാസനത്തെ പറ്റി ഒത്തിരി പ്രസംഗത്തിൻ്റെ ഇടയിൽ പറയും. അങ്ങനെ ആ ഒരു ആഗ്രഹം, ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നൊരാഗ്രഹം ഫാമിലിയും അല്ലെങ്കിൽ പള്ളിയിലൊക്കെ നല്ലൊരു സ്പിരിച്വൽ ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് കാണാൻ പറ്റി. പിന്നെ അടുത്തതാണെങ്കിൽ UK പോകുന്നവർക്കറിയാം നമ്മൾ വർക്ക് ചെയ്ത ഫീൽഡിൽ തന്നെ ജോലി കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും ഞങ്ങൾ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുള്ള കാര്യം ഞങ്ങൾ വർക്ക് ചെയ്ത ഫീൽഡിൽ തന്നെ വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ളൊരു ജോലി കിട്ടണമെന്നുള്ളത്. അപ്പം ഈശോ എന്നെയും ജോർജുട്ടിനെയും അങ്ങനെ ഒരു വലിയ കൃപ, ഞങ്ങൾക്ക് 2 പേർക്കും വർക്ക് ഫ്രം ഹോം ആയിട്ടൊരു ജോലി, കുഞ്ഞിനെ നോക്കാനും. കാര്യം വേറെ ആരും ഇല്ലാത്ത സമയത്ത് തന്നെ ഞങ്ങൾ അങ്ങനെ ഒരു ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു നല്ലൊരു ജോബ് നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്തോളൂ. ഞങ്ങൾ ഫിനാൻഷ്യലി അത്ര വെൽ സെറ്റിൽഡ് ഒന്നും അല്ല. അപ്പം ഒരിക്കലും ഒരു വീടിനെ പറ്റിയൊന്നും അങ്ങനെ ആഗ്രഹമുണ്ട്, എനിക്കെപ്പോഴും ആഗ്രഹമുണ്ട്, എനിക്ക് പ്രതീക്ഷയുണ്ട്. എന്ത് പ്രശ്നം വന്നാലും അല്ലെങ്കിൽ എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ പറയും നമ്മൾ കർത്താവിൻ്റെ സ്പെഷ്യൽ ആൾക്കാരാണ്, നമ്മൾ ഉടമ്പടിയിലുള്ള നമ്മൾ കർത്താവിൻ്റെ സ്പെഷ്യൽ ജനമാണെന്ന് പറയും. അപ്പം നമുക്ക് എല്ലാം അടിപൊളി സൂപ്പർ സാധനങ്ങൾ നമുക്ക് കിട്ടത്തുള്ളൂ. നമുക്കൊരിക്കലും ചിലത് നടക്കാതെ പോകത്തില്ല, മറ്റുള്ളവർക്ക് നടക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുമെന്ന് ഞാൻ എപ്പോഴും പറയാമെന്ന്. അപ്പം വീടിനെ പറ്റി ഞാൻ എപ്പോഴും ഹസ്ബൻഡിനോട് പറയും. പക്ഷേ ഞങ്ങൾ അവിടെ ചെന്നിട്ട് 2 വർഷം ആയതേ ഉള്ളൂ. ഞങ്ങൾക്കൊരിക്കലും വീട് കിട്ടുമെന്നോ അങ്ങനെ ഒരു പ്രതീക്ഷയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം എൻ്റെ ഫ്രണ്ട് അവളെ പോളണ്ടുകാരി, അപ്പോൾ ബ്രിട്ടീഷ് പോളണ്ട്, അവർ നല്ല വെൽ സെറ്റിൽഡായിട്ട് അവർക്ക് ഒരു 50% ഡെപ്പോസിറ്റും എല്ലായിട്ട് അവർ വീടിനെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ ഞാനും ഇങ്ങനെ ചിന്തിക്കും. അങ്ങനെ ഒരു ദിവസം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്കും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പം ഞങ്ങൾ നോക്കുന്നതെല്ലാം സെക്കൻഡ് ഹാൻഡ് വീട്, ഞങ്ങൾക്കൊരു പ്രതീക്ഷയില്ല വീട് കിട്ടുമെന്നുള്ള കാര്യത്തിൽ. പക്ഷെ ഞങ്ങൾ ശ്രമിച്ചു നോക്കാമെന്ന് കരുതി, ബാങ്കൊക്കെ എന്നാ പറയുന്നത് ഞങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ വെച്ചിട്ടൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന് കരുതി ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾ നോക്കി സെക്കൻഡ് ഹാൻഡ് വീടിൻ്റെ ഫസ്റ്റ് സെറ്റ് ഓഫ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങളത് റിജക്റ്റായി. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഞങ്ങൾ കാണുന്ന ഒരു അഡ്വർടൈസ്മെൻറ്റ് ന്യൂലി ബിൽഡ്, പണിയുന്നതേ ഉള്ളൂ. ഞങ്ങൾ നോക്കുന്ന വീടുകളൊക്കെ ഞങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് 2 മുറിയുള്ള കാര്യം, ഞാനും ഹസ്ബൻഡും ഉള്ളൂ, വലിയ ചിലവൊന്നും വരുത്തണ്ടെന്ന് എഴുതിയാണ് നോക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് മാതാവ് തന്നത്, ഉടമ്പടി വരെ തന്നത് 3 ബെഡ്റൂമുള്ള ഒരു പുതിയ വീടാണ്. അത് ഞങ്ങൾ എന്താ പറയുന്നത്, ₹1 ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ പ്രീവിയസ് പ്ലാനിങ്ങോ ഇല്ലാതെ വിത്തിൻ 4 months 3-4 monthsനുള്ളിൽ, ജോർജ് കുട്ടി ആയിരുന്നു ആ സമയത്ത് ഉടമ്പടി നിയോഗമായിട്ട് ജോർജ് കുട്ടി അന്നേരം വെച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് ആഗ്രഹം വന്നപ്പോൾ വെച്ച് പ്രാർത്ഥിച്ച് ആ ഉടമ്പടി തീരുന്നതിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് നല്ലൊരു വീട് ദൈവം നൽകി അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് വേറൊരു മിറക്കിളായിട്ട് ഞങ്ങളുടെ ലൈഫിൽ നടന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങൾ UK എത്തിയ സമയത്ത് ഞങ്ങളൊരു 3000 pound ഒരു ചെറിയ കാറാണ് മേടിച്ചോണ്ട്. ആ കാറ് പക്ഷേ നമുക്ക് അത്ര നോക്കി മേടിക്കാൻ പറ്റാഞ്ഞിട്ട് അത് ഞങ്ങൾക്ക് നല്ല നഷ്ടമായിപ്പോയി. അതിനകത്ത് പിന്നെ പണിയുകയും അത് കഴിഞ്ഞ് റീസെയിലിന് വിൽക്കുകയോ എല്ലാം ചെയ്ത് ഒരു 1000, അതായത് ₹1,00,000 മാത്രമേ ഞങ്ങളുടെ കയ്യിൽ തിരിച്ചു കാശുള്ളൂ. പക്ഷെ ഞങ്ങൾക്കൊരു കാറ് മേടിക്കാൻ ചെയ്യണം. ഞങ്ങൾ നിൽക്കുന്ന ഏരിയ അത്ര വെൽ ട്രാൻസ്പോർട്ടേഷൻ ഉള്ളൊരു ഏരിയ അല്ല.
അപ്പം ഞാൻ ഒരു പ്രാവശ്യം വാട്സാപ്പിൽ ഇങ്ങനെ സ്റ്റാറ്റസ് കണ്ടപ്പം ആരോ ഒരു കൃപാസനത്തിൻ്റെ സാക്ഷ്യം ഷെയർ ചെയ്തേക്കുന്നു. അത് ഫേസ്ബുക്കിലുള്ളൊരു ലിങ്കിലാണ് ഷെയർ ചെയ്തേക്കുന്നത്. അങ്ങനെ ഞാൻ ഫേസ്ബുക്ക് യൂസ് ചെയ്യാത്ത ഞാൻ ഫേസ്ബുക്കിലെ ലിങ്കിലാണ് സാക്ഷ്യം കേട്ടിട്ട് താരോട് സ്ക്രോൾ ചെയ്തപ്പം അടുത്ത അഡ്വർടൈസ്മെൻറ്റ് കാണോ ഇത് കണക്ക് UK ഒരു ഫിൻടെക് ബാങ്ക് പറയുക ഇത് കണക്ക് ഞങ്ങൾ നിങ്ങൾക്ക് വണ്ടി മേടിക്കാൻ വേണ്ടി ലോൺ തരാമെന്ന്. അങ്ങനെ ഞാൻ ആ അഡ്വർടൈസ്മെൻറ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് ജോർജ് കുട്ടി വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പം കാണിച്ചു കൊടുത്ത് ഞാൻ പറഞ്ഞു. അന്നേരം ജോർജ് കുട്ടി പറഞ്ഞു ചാൻസ് കുറവാണ്, ഞങ്ങൾക്ക് ഇത്രയും നാളായിട്ടുള്ളൂ, നല്ല ക്രെഡിറ്റ് സ്കോറും കാര്യങ്ങളൊന്നും ഇമ്പ്രൂവ് ആയിട്ടില്ല, ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. വിത്തിൻ ഒരു 5 അത്രയും മിനിറ്റ്സിനുള്ളിൽ ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് ഞങ്ങളുടെ അക്കൗണ്ടിലോട്ട് 28,000 പൗണ്ട്സ്, നമ്മുടെ ഇവിടുത്തെ ഒരു 28 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് വരുക. ഇഷ്ടമുള്ള കാറ് പോയി മേടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെ ഞങ്ങൾ നല്ലൊരു കാറ്, ആദ്യത്തെ കാറിൽ ഞങ്ങൾ ഒത്തിരി അനുഭവിച്ച വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറാൻ വേണ്ടി നല്ലൊരു കാർ എടുക്കാൻ ദൈവം സഹായിച്ചു. ഇപ്പോൾ ഈ വീടിൻ്റെ കാര്യമാണെങ്കിൽ പോലും വളരെ വലിയൊരു അത്ഭുതമായിട്ട് അത്രയും ഡെപ്പോസിറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഞങ്ങളെ സങ്കല്പത്തിൽ പോലും ഇല്ലാഞ്ഞിട്ട് പോലും ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചൊരു കാര്യമാണ്. പിന്നെ പറയുവാണെങ്കിൽ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ എന്നെയും കൊണ്ട് ഈ ഫസ്റ്റ് ഉടമ്പടി എടുത്ത നാൾ തൊട്ട് അല്ലെങ്കിൽ കൃപാസനത്തെ പറ്റി അറിഞ്ഞ നാൾ തൊട്ട് ഞാനൊരു വ്യക്തിനെ ഇപ്പോൾ ഒരു ഹോട്ടലിൽ പോയിരിക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കുകയാണെങ്കിൽ ഞാൻ കാണുന്ന ആൾക്കാരോടൊക്കെ ജസ്റ്റ് സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കൃപാസനത്തെ പറ്റി സംസാരിക്കും. ഞാൻ ഇത്രേ ചിന്തിക്കുന്നുള്ളൂ, ഞാനൊരു കുറച്ച് നാൾക്ക് മുന്നേ കൃപാസനത്തെ പറ്റി അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളുടെ ലൈഫിൽ വളരെ വലിയ ചേഞ്ചസും അല്ലെങ്കിൽ വളരെ വലിയ ഇമ്പ്രൂവ്മെൻറ്റും വന്നേനെ. അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അറിയാവുന്ന ആൾക്കാരോടൊക്കെ ഞാൻ കൃപാസനത്തെ പറ്റി പറഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ കൃപാസനത്തിൻ്റെ ഞങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ള അത്ഭുതങ്ങൾ, മിറക്കിൾസ്, ഉടമ്പടി തൈലം യൂസ് ചെയ്തും ഉപ്പ് യൂസ് ചെയ്തും അങ്ങനെ പറ്റുന്ന ആൾക്കാരോട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ റോസറി ഗ്യാതറിങ്സിൽ UK അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരോട് ഈവൻ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ പോലും ഞാൻ അഭിമാനത്തോടെ എൻ്റെ പോസിറ്റീവ്നെസ് പറയുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഞാനൊരു ക്രിസ്ത്യനാണെന്നും അതനുസരിച്ച് എൻ്റെ പറ്റുന്ന വേദികളിലെല്ലാം ഞാൻ എൻ്റെ കൃപാസനത്തെ പറ്റി പറയാറുണ്ട്. പിന്നെ ഫിനാൻഷ്യലി ഞങ്ങൾ രണ്ടുപേരും ജെവൈസാണ്. അപ്പം ജെവൈസിന് എന്തെങ്കിലും പ്രോഗ്രാം നടക്കുമ്പോൾ പറ്റുന്ന ഫണ്ടിങ് അല്ലെങ്കിൽ അമ്മ വഴി അറിയാവുന്ന ആതുരാലയത്തിൽ കൊടുക്കാൻ പറ്റുന്ന കാശ് അല്ലെങ്കിൽ ജോർജ് കുട്ടിയുടെ ആൻറ്റി സിസ്റ്ററാണ്, അപ്പം പുള്ളിക്കാരി വഴി അങ്ങനെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പത്രം, ഞാൻ ആദ്യം ഞാൻ ഇവിടെ നാട്ടിലായിരുന്നപ്പോൾ 2 വട്ടം ഉടമ്പടി എനിക്ക് പുതുക്കാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഉടമ്പടിയും സെക്കൻഡ് ഉടമ്പടി. അത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഉടമ്പടി നിയോഗത്തിൽ വെച്ചത് പോണക്കാൻ എനിക്ക് വിദേശത്ത് പോകാൻ പറ്റി. അപ്പം ഈ 2 ഉടമ്പടി പുതുക്കിയപ്പോഴും ഞാൻ എടുത്തുകൊണ്ട് പോയ പത്രം ഞാൻ എല്ലാവർക്കും ഞാൻ തന്നെ ഡയറക്റ്റ് പോയി കൊടുക്കുമായിരുന്നു. ഇത് ഞാൻ പത്തനംതിട്ടയിലും വാഴക്കുളത്ത് പൈനാപ്പിൾ സിറ്റി അവിടെ നടക്കുന്ന ലോറി ഡ്രൈവേഴ്സിനും ഓരോ സ്ഥലങ്ങളിൽ ഓരോരുത്തർക്ക് വേണ്ടി കൊടുക്കുകയും, ചിലരൊക്കെ ചോദിക്കും കാശ് വേണം, ചിലർ ചോദിക്കും എന്താ. അപ്പം ഞാൻ അവരോട് പറയും ഇത് കണക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം നടക്കാൻ പോവുക, ദൈവം എൻ്റെ കാര്യത്തിൽ ഇത്രയും മിറക്കിൾസ് ഈവൻ ദോ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ദൈവം എനിക്ക് ജോർജ് കുട്ടിയുടെ വിസ ഡിലേ ആക്കത്തില്ല. അതിന് മുന്നേ തന്നെ ഞാൻ എല്ലാവർക്കും എൻ്റെ ലൈഫിൽ ദൈവം ഒത്തിരി മിറക്കിൾസ് അതുവരെ നടന്നിട്ടുള്ള എല്ലാ മിറക്കിൾസും അല്ലെങ്കിൽ കൃപാസനത്തെ പറ്റി അറിഞ്ഞ കാര്യങ്ങളും കേട്ട കാര്യങ്ങളും എല്ലാം കൊടുത്ത് ഞാൻ പത്രം കൊടുത്തിട്ട് അവരോട് സംസാരിച്ചിട്ട് ഞാൻ അവരോട് പത്രം കൊടുക്കുമായിരുന്നു. അങ്ങനെ എല്ലാ പത്രങ്ങളും മേടിച്ചു കൊടുക്കുമായിരുന്നു. സങ്കീർത്തനം 34:10 സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വരഞ്ഞേക്കാം, എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ജോർജ് കുട്ടിയുടെയും സോണിയുടെയും സാക്ഷ്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഉടമ്പടിയിൽ വന്ന പരിശുദ്ധ അമ്മയോടൊപ്പം ശക്തമായി പ്രാർത്ഥിച്ചു മുന്നേറിയപ്പോൾ ഒരു കുറവില്ലാതെ അവർ മുന്നേറുകയാണ്. വിദേശത്തേക്ക് പോകാൻ ശ്രമിച്ച സമയത്തെല്ലാം തടസ്സങ്ങളുണ്ട്. അവസാന നിമിഷങ്ങൾ വരെ ഒരു ടെൻഷൻ അടിക്കുന്നുണ്ട്. എന്നാൽ എത്തേണ്ട അടുത്ത് അമ്മ എത്തിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പൈസ കയ്യിലില്ല എന്ന് പറയുമ്പോഴും ആ സമയത്തും പൈസ ഉള്ളവരെക്കാൾ മുൻപേ തന്നെ വീട് വാങ്ങിക്കാനായി കഴിയുന്നു. ഇവരുടെ ഫീൽഡിൽ തന്നെ അവിടെ ജോലി കിട്ടുന്നു, വണ്ടി വാങ്ങിക്കാൻ കഴിയുന്നു. അതുപോലെ കുടുംബത്തിലുള്ള ബന്ധുക്കളുമായിട്ടൊക്കെ സ്നേഹത്തിലാകാൻ കഴിയുന്നു. അങ്ങനെ എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ സഹായത്താൽ സ്നേഹത്തോടെ ശക്തിയോടെ മുന്നേറുവാൻ കഴിയുകയാണ്. പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥത കുടുംബം അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ നിയോഗങ്ങളും ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയിലൂടെ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന.